ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ. ഈ പീച്ച് ക്രഷ്ഡ് ഓർഗൻസയുടെ നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. ഈ കളർ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുപോലെ ഈ ഫാബ്രിക് അപ്പൊ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്. അപ്പൊ ഞാൻ സെയിം ഫാബ്രിക് തന്നെ ചെയ്യാതെ നല്ല അടിപൊളി ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള യോക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഭയങ്കര ഭംഗിയാണത് ചെയ്ത്. നമ്മൾ ഓരോ വർക്ക് കാണുമ്പോഴല്ലേ അതിന്റെ ഭംഗി. ഇതുപോലെ ഒരു ബക്കറ്റ് ഷേപ്പ് യോക്ക് കൊടുത്തിട്ട് ഒരു വി നെക്ക് കൊടുത്ത് ചെറിയ ഒരു ത്രെഡ് കൊണ്ടുള്ള ഒരു സ്കാലപ്പ് അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാട്ടോ. അത്രയും മൈന്യൂട്ടായിട്ട് ഒത്തിരി ടൈം എടുത്ത അടിപൊളി വർക്കാണ്. സ്ലീവിലോട്ട് വർക്ക് കൊടുത്തിട്ടില്ല. ഈ ഫാബ്രിക് നിങ്ങൾ നോക്കിയാൽ അറിയാം, സൂം ചെയ്ത് കണ്ടോ, ഫുള്ളി ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ശരിക്കും ആ ഒരു ഫാബ്രിക്കിൽ തന്നെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെയൊക്കെ ഫാബ്രിക്സ് നമ്മൾ ഒത്തിരി വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ഒരു പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ തന്നെ അതിനൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. വേണമെങ്കിൽ ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്തിടുമ്പോൾ ഇത് ഇതുപോലെ പ്ലീറ്റ്സ് പാറ്റേൺ എല്ലാവർക്കും നല്ല ഒതുങ്ങുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, നല്ല ഒതുക്കം തോന്നുന്നുണ്ട്, വണ്ണമൊന്നും തോന്നാത്തൊരു പാറ്റേൺ ആണ്. പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലോട്ട് ഇതിന്റെ ഈ ഒരു ഇതുപോലെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന് സ്യൂട്ടായിട്ട് അതാണ്. റൗണ്ട് നെക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു കളറും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാണ്ട് നമുക്ക് കുറച്ച് ടൈം വേണം. എങ്ങനെ ഒരു 20 വർക്കിംഗ് ഡേയ്സ്, ഓണം റിലേറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എന്തായാലും അതിന് മുമ്പ് ഡെസ്പാച്ച് ഉണ്ടാവും. 20 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം പ്ലെയിൻ ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ജോർജറ്റ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഷിമ്മർ കിട്ടും. ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ ഷിമ്മറിന്റെ കിട്ടും. ആ ഒരു ഷൈനിങ് ഈക്വൽ ആയിട്ട് പോക്കോളും. ജോർജറ്റ് ആവുമ്പോൾ ഇത്തിരി ഡിഫറൻസ് വരും. ബോട്ടം വേണമെന്നില്ല. ഞാൻ ആക്ച്വലി ഇതിനകത്ത് ബോട്ടം വെയർ ചെയ്തിട്ടില്ല. ഒരു ഫ്രോക്ക് പോലെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ശരിക്കും കണ്ടോ, അപ്പം ആംഗിൾ ലെങ്ത് താഴെ ഏതെങ്കിലും ഒരു കളർ വെയർ ചെയ്താലും മതി. വൈറ്റോ അതല്ല സെയിം ടോൺ ഒരു കുർത്തിയായിട്ട് വെയർ ചെയ്യണമെങ്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയും സെറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് പറയുന്ന ടൈമിനെക്കാട്ടിലും അതിന് നമുക്ക് കുറച്ചും കൂടെ ടൈം കൂടുതൽ വേണം. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്യണമല്ലോ ബോട്ടം ഒക്കെ. അപ്പൊ അങ്ങനെ വേണം. സിംഗിൾ പീസ് ആയിട്ട് അതായാലും പറഞ്ഞാൽ മതി. ഇതാണ് എന്റെ വർക്കിന്റെ ഡീറ്റെയിലും ഒന്നും കൂടെ ഞാൻ പറയാൻ തന്നെ അടിപൊളി ബ്യൂട്ടിഫുൾ വർക്കാണ് കേട്ടോ. അപ്പൊ ലെങ്ത് നമ്മൾ കൊടുത്തേക്കുന്നത് 48, 49 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ കൂട്ടി ലെങ്ത് ഇട്ടിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ഈ ഫാബ്രിക്കും ഇതിന്റെ ഭംഗിയും ഇതേപോലെ ഉണ്ടാവും. നല്ല റിസൾട്ടോ. ഈ ഒരു കളർ ഇനി റിപ്പീറ്റ് നമുക്ക് കിട്ടൂല. കാരണം ഒരുപാട് മുമ്പ് വീഡിയോ ചെയ്തതിന്റെ ഇപ്പോഴാണ് നമുക്കത് റിപ്പീറ്റ് കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേണ്ടവരെല്ലാവരും പറയുക, ഈ പറഞ്ഞ ടൈം പീരീഡ് വേണം. ദുപ്പട്ട ജോർജറ്റോ ഷിമ്മറോ അല്ലെങ്കിൽ സെയിം ഫാബ്രിക് തന്നെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് സെയിം ക്ലോത്ത് അത്ര അവൈലബിൾ അല്ല. ഓൾമോസ്റ്റ് നമ്മൾ ഇതിന്റെ ഹാൻഡ് വർക്കിന് കയറ്റിയേക്കാണ്. അപ്പൊ അതെല്ലാം ആ ഒരു വർക്കിലോട്ട് അയക്കാണ്. അപ്പോൾ സെയിം ഫാബ്രിക് തന്നെ ദുപ്പട്ട അതിനെക്കാളും നല്ല ഷിമ്മറൊക്കെയാണ്. പക്ഷെ സെറ്റ് ചെയ്യാൻ ടൈം വേണം. ജോർജറ്റ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ ടൈം വേണം, 20 വർക്കിംഗ് ഡേയ്സ്. ദുപ്പട്ടയും ബോട്ടവും കൂടെ സെറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ഡിലേ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. വേണമെങ്കിൽ പറയാം. ആരും മിസ് ചെയ്യരുത്. സൂപ്പർ കളറാണ്. ഓക്കെ, താങ്ക് യു.